ഹലോ. അപ്പം നമ്മളിന്ന് ഒരു ട്രിപ്പിന് വേണ്ടി പോകാൻ പോകണം കേട്ടോ. നമ്മൾ പോകുന്നത് മധുരയ്ക്കാണ്. സോ അപ്പം നമ്മളിപ്പോൾ സമയം ഒരു 5:45 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. സോ ഇനിയും ആൾക്കാർ വരാനുണ്ട്. നമ്മൾ വന്നതിന് ശേഷം നമുക്കിവിടെ നിന്നൊരു ഓട്ടോ, ഇവിടെ കാണുന്ന ഈ ഒരു ഓട്ടോസ് ഉണ്ടോ, ഈ ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ ആദ്യം നമുക്കൊരു ബസ് സ്റ്റോപ്പിൽ പോകണം. അവിടെ നിന്ന് ബസ് കയറി റെയിൽവേ സ്റ്റേഷൻ പോകണം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ട്രെയിനുണ്ട് ടു മധുര. അപ്പം നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ബായ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ടുക്ക് എടുത്തിട്ടാട്ടോ യൂണിവേഴ്സിറ്റിയുടെ പുറത്തേക്ക് പോയത്. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു ബസ് എടുത്തിട്ട് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടോ. അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. गाड़ी में अभी जो गाड़ी आएगी हाँ किसी प्लेटफॉर्म आएगी അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഹലോ ഗൈസ്. അപ്പം നമ്മൾ ട്രെയിനിൽ കയറിയിട്ടോ. എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്കിവിടെ നിന്നൊരു 5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. അതായത് കിഷൻഗഡ് ടു മധുര. അപ്പം നമ്മൾ മധുര സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ. മധുര സ്റ്റേഷനിൽ ഭയങ്കര തിരക്കാണ്. ഹോളിയും കൂടെ ആയതുകൊണ്ട് ഒരു ട്രെയിനിലൊക്കെ വന്നിറങ്ങുമ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങാനും ഒരുപാട് ആൾക്കാർ കയറാനും ഉണ്ടായിരുന്നു കേട്ടോ. 3:30-4 മണിക്ക് നമ്മൾ മധുര റെയിൽവേ സ്റ്റേഷൻ എത്തി. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റിംഗ് റൂമിൽ കയറിയിട്ട് ഫ്രഷ് ആയി കേട്ടോ. അതേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. ഇതാണ് മധുര റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഒരു ഓക്കെ, അവിടെ നമുക്ക് കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് അവിടെ ബസ് സ്റ്റാൻഡിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പോൾ ഹോളിയും കൂടെ ആയതുകൊണ്ട് നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. നമ്മുടെ ആദ്യ പ്ലാൻ എന്ന് പറയുന്നത് മധുര വൃന്ദാവൻ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തി. മധുര ടു ആഗ്ര ഒരു 1.5 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചെങ്കിൽ താജ്മഹൽ, ആഗ്ര ആ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ ആഗ്രയ്ക്കുള്ള ബസ് നോക്കി നടക്കാൻ കേട്ടോ ഇത്. അങ്ങനെ നമുക്ക് ബസ് കിട്ടി. അപ്പം നമ്മൾ ആഗ്രയ്ക്ക് കയറാനുള്ള ബസ്സിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പം എല്ലാവരും ബസ്സിലുണ്ട്. സോ ടൈമിലും എല്ലാവരും ബസ്, ഇത് നമ്മുടെ കൂടെയുള്ള ആളല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അപ്പോൾ നമ്മളിനിയിപ്പം ആഗ്രയ്ക്ക് പോവാണ്. ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ. നമ്മൾ രാവിലെ ആഗ്ര എത്തി കേട്ടോ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് താജ്മഹലായിരുന്നു. അവിടെ നിന്ന് ബസ്സിൽ ഇറങ്ങിയിട്ട് നമ്മളൊരു ഓട്ടോ എടുത്തു. ഓട്ടോയ്ക്കൊരു 10 മിനിറ്റ് ട്രാവൽ ഉണ്ട്. അതായത് ബസ് ഇറങ്ങിയ സ്ഥലത്ത് നിന്നും താജ്മഹലിലേക്ക്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇതൊരു 7:30 ടൈം ഉണ്ടാവും, എന്നാലും നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ആഗ്ര ഫോർട്ട് കാണാം. ആഗ്ര ഫോർട്ട് പാസ് ചെയ്താൽ നമ്മൾ താജ്മഹലിലേക്ക് പോകേണ്ടത്. അതുപോലെ നമുക്ക് ദൂരം തന്നെ താജ്മഹലും കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ ഈ ഒരു ജേർണി എന്ന് പറയുന്നത്. കാണാൻ വേണ്ടി എത്തിയിരിക്കാൻ കേട്ടോ. ഇത് താജ്മഹൽ മെട്രോ സ്റ്റേഷൻ ആണിത്. പിന്നെ ഇതൊരു രാജാവിൻ്റെ പ്രതിമ കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഏതോ വഴി കൂടെ നമുക്ക് പോകണം. നമുക്ക് ആഗ്രയിലെ മെയിൻ സ്പോട്ട്സ് എന്ന് പറയുന്നത് താജ്മഹൽ, ആഗ്ര ഫോർട്ട്, പിന്നെ ജമാ മസ്ജിദ്, അങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് ഇവിടെ ഉണ്ട്. സോ നമുക്കിനി ഇവിടേക്കൊന്ന് നമുക്ക് താജ്മഹൽ മെട്രോ സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണം കേട്ടോ. നമുക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എല്ലാവരും പോകുന്നുണ്ട്, നമുക്കും പോകാം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. സോ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ചിരിച്ചു വേണ്ട ശരിക്കും. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ്സ് ആട്ടോ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 45 റുപ്പീസ് ആട്ടോ ഓൺലൈൻ ടിക്കറ്റ് വരുന്നത്. സോ നമുക്കിനി അകത്തേക്ക് കിടക്കാം.
രാവിലെ തന്നെ നല്ല തിരക്കാണ്. ഞങ്ങളൊരു 7:30 എത്തിയതാണ് കേട്ടോ. എന്നിട്ട് നല്ല തിരക്കാണ്. ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട്, നമുക്ക് സാധനങ്ങളൊക്കെ അവിടെ വെക്കാം. പിന്നെ ബോഡി ചെക്കിങ്ങും ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ലൈക്ക് നല്ല രസമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. എല്ലാം ഒരു റെഡ് കളർ ഷെയ്ഡാണ് ഇവിടെ ഫുള്ളും ബിൽഡിങ്സൊക്കെ ഉള്ളത്. ഇതൊരു പാർക്ക് പോലെയാണ് കേട്ടോ ബേസിക്കലി. നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് എൻട്രി ചെയ്യാൻ കേട്ടോ. ഈ താജ്മഹൽ ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഒരു ഫോട്ടോ ഇരിക്കുന്ന പോലെ ഒരു ഫീലാട്ടോ. ഒരു ലൈഫ് ടൈം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ താജ്മഹൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര ഭംഗിയാണ്, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരുപാട് ഫോട്ടോസ് നമ്മൾ താജ്മഹൽ ഫുള്ളും ചുറ്റിക്കണ്ടു. നമുക്കതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് യമുന റിവർ കാണാൻ പറ്റും. യമുന റിവർ കണ്ടു. അപ്പം അങ്ങനെ നമ്മൾ ഒരു 2-3 മണിക്കൂർ നമ്മൾ താജ്മഹൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പുറത്തേക്ക് വന്നു. അതിൻ്റെ ഫുള്ള് ഒരുപാട് സ്ട്രീറ്റ് തന്നെയുണ്ട് കേട്ടോ. ഈ താജ്മഹലിൻ്റെ ഒരു സൈഡിൽ ഫുള്ളും ഷോപ്പിങ്ങിനായിട്ട് നമുക്ക് കുറേ മാർബിൾ പ്രൊഡക്ട്സ് കാണാം. പിന്നെ ചെരുപ്പ്, കമ്മൽ, എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് ബാർഗെയിൻ ചെയ്തൊക്കെ നമുക്ക് മേടിക്കാം കേട്ടോ. അങ്ങനത്തെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഓട്ടോ എടുത്തിട്ട് നേരെ വന്നത് ആഗ്ര ഫോർട്ടിലേക്കാണ്. ആഗ്ര ഫോർട്ടിലേക്കാണ് കേട്ടോ. ദിസ് ഇസ് ആഗ്ര ഫോർട്ട്. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. ഇവിടെ ക്ലോക്ക് റൂമും അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം. പിന്നെ നമുക്ക് ടിക്കറ്റ് അവിടെ വെക്കാം. അപ്പോൾ ഞാൻ ടിക്കറ്റിൻ്റെ റേറ്റ് എനിക്കറിയില്ല, എടുക്കാൻ പോയിട്ടുണ്ട് അവരൊക്കെ. അപ്പോൾ എടുത്തിട്ട് വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ടിക്കറ്റിനായിട്ട് ഇതേപോലെ ഒരു 2 ടിക്കറ്റ്സ് നമ്മൾ എടുക്കണം. ഒരു ടിക്കറ്റിന് 40 രൂപ, ഒരു ടിക്കറ്റിന് 10 രൂപ. അങ്ങനെ ടോട്ടൽ നമുക്ക് 50 രൂപയാണ് കേട്ടോ ആവുന്നത് ഇതിനകത്ത് എൻട്രിക്കായിട്ട്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഫുഡ് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് പക്ഷേ സാധനങ്ങളും ബാഗൊക്കെ കൊണ്ടകത്ത് കയറാം കേട്ടോ. അതിനൊന്നും പ്രശ്നമില്ല. ഏകദേശം 3 മണിക്കൂർ ചുറ്റിക്കാണാനുള്ള സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ ടൈം, അതായത് ഒരു 1:30, ഒരു 2 മണി, എനിക്ക് ഓർമ്മയില്ല കേട്ടോ ടൈം. ഏകദേശം ഒരു 2 മണിക്ക് ആയിട്ടുണ്ടാവും ഇതിൻ്റെ ഇവിടെ എത്തിയത്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ വന്ന ടൈമിൽ. അങ്ങനെ നമ്മൾ ഫുള്ളും ചുറ്റി കണ്ടു കേട്ടോ ആഗ്ര ഫോർട്ട്. പിന്നെ നമ്മൾ നല്ല ചൂടുള്ള ടൈമുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ലൊരു തണുപ്പായിട്ട് ഫീൽ ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കൊക്കെ കൺസ്ട്രക്ഷൻസൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ആർക്കിടെക്ചർ, ഓരോ വർക്കുകൾ എല്ലാം നല്ല ഭംഗിയാണ്. ഇതൊക്കെ നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലൊക്കെ കാണാൻ പറ്റും. ദൂരെ നിന്ന് യമുന നദി കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ആഗ്ര ഫോർട്ടിന്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് ഇത് നമ്മുടെ ഡിന്നറും കൂടെ ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസത്തെ. നമ്മളവിടെ നിന്ന് ഒരു സ്ട്രീറ്റ് ഫുഡായിട്ടോ നമ്മൾ ട്രൈ ചെയ്തത്. ഒരു ബ്രെഡ് ഓംലേറ്റ് കഴിച്ചു. പിന്നെ നമ്മൾ ചായ കുടിച്ചു. അതുപോലെ തന്നെ ചോല കുൽച്ച എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം കഴിച്ചു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതേപോലെ ആയിട്ട് അത് ഉണ്ടാക്കുന്നത്. അത് ബട്ടറൊക്കെ തേച്ചൊന്ന് തവ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു കറിയും കൂടെ തരും കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ രാത്രി ബസ് കയറി പുലർച്ചെയായപ്പോൾ നമ്മൾ മധുരയെത്തി കേട്ടോ. അവിടെ നമ്മൾ രാവിലെ വൃന്ദാവനിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ടുക്ക് എടുത്തിട്ടാണ് വൃന്ദാവനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നും ഹോളിഡേ ആണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഹോളിയുടെ കുറച്ച് ഏറികളൊക്കെ കിട്ടി. അതാണ് ദേഹത്ത്
ഇങ്ങനെ കളറൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് അമ്പലങ്ങളുള്ള സ്ഥലമാണ് കേട്ടോ വൃന്ദാവൻ. ഏകദേശം 5000-ൽ പരം അമ്പലങ്ങളുണ്ടെന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വൃന്ദാവനിലേക്ക്. അപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയതും ഒരുപാട് ആൾക്കാർ വന്നിട്ട് നമുക്ക് ഈ ഓമൊക്കെ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ ഇട്ട് തരും, അതായത് കളറും തേച്ച് തരും. എന്നിട്ട് അവർ നമ്മളടുത്ത് പൈസയൊക്കെ ചോദിക്കും. അപ്പം അതൊക്കെ ഒന്ന് സൂക്ഷിക്കാം കേട്ടോ മധുര പോകുന്നവരെ. ഇതിപ്പോൾ നമ്മൾ ഹോളി ആ ഒരു ഡേയിലാണ് നമ്മൾ പോയത്, ഇത് പീക്ക് ടൈം. ഇനി നമ്മളങ്ങോട്ട് ഫുൾ ഹോളിയുടെ ഫുൾ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ വൃന്ദാവനെത്തി. ഈ ഒരു സ്ട്രീറ്റിലാട്ടോ മെയിൻ ഹോളി സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫുള്ളും അമ്പലങ്ങളാണ് കേട്ടോ. ശ്രീകൃഷ്ണൻ്റെ ഒരുപാട് അമ്പലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഹോളി എന്ന് പറയുന്നത് എക്സ്ട്രീം ഹോളി ആയിരുന്നു കേട്ടോ. വയസ്സായവർ മുതൽ കൊച്ചു കുട്ടികൾ വരെ ഒരേപോലെ ആട്ടോ ഇവിടെ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല. നമുക്ക് ഇതേപോലൊരു ഹോളി സെലിബ്രേഷൻ നമുക്ക് വേറെ ഒരിടത്തും കാണാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാൻ പറ്റുക. അത്രയ്ക്ക് രസമാണ് കേട്ടോ ഇവിടുത്തെ ഹോളി. വെള്ളം പിന്നെന്താ പല പല കളേഴ്സ്, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലൈഫ് ടൈം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. പിന്നെ നല്ല ക്രൗഡഡാണ്. നമ്മൾ ഹോളിയുടെ ആ ഒരു ഡേയിൽ തന്നെയാണ് നമ്മൾ പോയത്. വൃന്ദാവൻ മധുരയിലെ ഹോളിയാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ഹോളിയാണ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഹാപ്പനിങ് ഹോളി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കയറി കേട്ടോ. ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഗോശാലയൊക്കെ കാണാൻ പറ്റും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അങ്ങനെ ഹോളി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരുടെയും ഈ ഒരു രീതിയിൽ ഞങ്ങൾ മാറിയിട്ടു. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടോ. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ചൗമീനാട്ടോ ട്രൈ ചെയ്തത്. അങ്ങനെ നമ്മൾ ചൗമീൻ കഴിച്ചു. പിന്നെ നമ്മൾ ചായ കുടിച്ചു. അങ്ങനെ ചില സ്ട്രീറ്റ് ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. അവിടെ നമ്മൾ നേരെ പോയത് പ്രേം മന്ദിറിലേക്കായിരുന്നു കേട്ടോ. അപ്പം വൃന്ദാവനിലൊരു മെയിൻ ടെമ്പിളാണ് പ്രേം മന്ദിർ. അപ്പോൾ നമ്മൾ അവിടെ പോയി. അവിടെ ആണെങ്കിൽ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കായിരുന്നു. എന്നുവെച്ചാൽ ഒരു ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ അറ്റ് എ ടൈം ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ പക്ഷേ അതിൻ്റെ പ്രേം മന്ദിർ ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. പുറത്തുനിന്ന് കാണാനായാലും ഒരുപാട് സ്റ്റാച്യൂസ്, ഒരുപാട് ശില്പങ്ങളൊക്കെ അതിന് ചുറ്റും ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാനും ഒരുപാട് കാണാനുണ്ട് കേട്ടോ. പ്രേം മന്ദിറിന് ചുറ്റും തന്നെ ഒത്തിരി സ്പേസും ഉണ്ട്. അങ്ങനെ പ്രേം മന്ദിർ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ പ്രേം മന്ദിർ കണ്ടു. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് ഫുള്ളും കടകളും തിരക്കും ഒക്കെയാണ്. അപ്പോൾ നമ്മളൊരു തുണികളുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ജ്യൂസ് കുടിച്ചിട്ടൊരു മാംഗോ ഷേക്ക് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് യമുനാജി കാണാനായിട്ടാണ്. അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ പോയത്. പക്ഷേ നമ്മൾ കുറച്ച് ദൂരം നടക്കണം കേട്ടോ ഈ ഒരു പ്രേം മന്ദിറിൽ നിന്നും ആ സ്ഥലത്തേക്ക്. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ യമുന തീരമൊക്കെ കണ്ടു കേട്ടോ. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇപ്പം അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങനെ നമ്മുടെ മധുര നമ്മൾ ഏകദേശം എല്ലാം ഓവറോൾ നമ്മൾ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ മധുര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡൽഹിയിലേക്കുള്ളൊരു ട്രെയിൻ നമുക്ക് കയറണമായിരുന്നു. അവിടെ ഡൽഹിയിലേക്കൊരു 2.5 മണിക്കൂറേ ഉള്ളൂ കേട്ടോ ട്രാവല്. മധുര ടു ഡൽഹി ട്രാവൽ എന്ന് പറയുന്നത്. ഡൽഹിയിലെത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ട്രെയിൻ കയറി ഡൽഹി ടു കിഷൻഗഡ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കിഷൻഗഡ് റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം ഒരു 5 to 6 hours ട്രാവൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയോടെ നമ്മൾ ഇവിടെ
കിഷൻഗഡ് എത്തി കേട്ടോ. ഈ ഇതിന് ഒട്ടും തിരക്കില്ലായിരുന്നു കേട്ടോ. നമുക്ക് ആ ബോഗി ഫുള്ളും വേക്കൻ്റായിരുന്നു, ഒട്ടും തിരക്കില്ലായിരുന്നില്ല തിരിച്ച് വന്ന ടൈമിൽ. നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് കേട്ടോ മധുര ടു കിഷൻഗഡ്. പക്ഷെ അത് ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. ഹോളി ടൈം കൂടെ ആയതുകൊണ്ട് നല്ല ക്രൗഡായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡൽഹി പോയിട്ട് പിന്നെ കിഷൻഗഡ് വന്നത്. അങ്ങനെ നമ്മൾ കിഷൻഗഡ് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ. അപ്പം എല്ലാവരും ഇച്ചിരി ക്ഷീണത്തിലൊക്കെ ആണ് കേട്ടോ, ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്തിട്ട്. പക്ഷേ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോ കയറി നേരെ യൂണിവേഴ്സിറ്റി എത്തിയിട്ടോ. ഇനി തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കാം. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? എന്താ പറയുക, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും എക്സ്ട്രീമായിട്ട് ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസിലാണ് പോയത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് ഇനി എന്തായാലും അവിടെ പോയില്ല. സോ അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ താജ്മഹൽ പോയി. എല്ലാം മൊത്തത്തിൽ ഓവറോൾ അടിപൊളിയായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോയിട്ട് വന്നത്. ദാറ്റ്സ് ദ ബെസ്റ്റ്. അതാണ് ഞങ്ങൾ കുറച്ച് പട്ടിലൊക്കെയാണ് ഞങ്ങൾ എക്സ്ട്രീം ഹോളി കളിച്ചിട്ടായിരുന്നു അല്ലേ. യെസ്, ഞങ്ങൾ എൻജോയ് ചെയ്തു ഗൈസ്. ഇനി ആഗ്രയും അതുപോലെ മധുരയും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ കറങ്ങി വന്നു. നമ്മള് ഇതിൻ്റെ അകത്ത് വൃന്ദാവൻ പോയതിൽ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ വരുന്നവര് രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചവരെ നിൽക്കുള്ളൂ. നമ്മൾ ഒരു മോർ ദാൻ ഒരു 12 hours അവിടെ സ്പെൻഡ് ചെയ്യും. സോ അടിപൊളിയാണ്. അല്ല, നിങ്ങൾ കൺസേർട്ട് കാണാനായിട്ട് യമുനാജിയിൽ അടിപൊളിയായിരുന്നു. ഞങ്ങളോട് 4 കിലോമീറ്റർ യമുനാജിയിൽ നടന്നു. അവിടെ DJ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് കണ്ടു? നമ്മളതിന് യമുന നദീതീരം കണ്ട് തിരിച്ചു പോന്നു. താങ്കളുടെ യമുനാജി എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ ഒരുപാട് നടന്നു. ഞാൻ ഇവിടെ പിറകെ നടന്ന് എന്റെ കാലൊരു വഴിയായി. പിന്നെന്താ നമ്മള് യമുന തീരം കണ്ട അത്രേ ഉള്ളൂ. വഴി നമ്മൾ എൻജോയ് ചെയ്തില്ലേ? വഴിയൊക്കെ പോകുന്ന വഴിയൊക്കെ നമ്മൾ അടിപൊളി എന്നിട്ട് കണ്ട സ്ഥലത്തൊക്കെ പോയി ഇറങ്ങി ഓട്ടോയില്. നമ്മുടെ കൂടെ വന്നത് 3 ATS ആണ്. 3 ATS, 2 എക്കണോമിക്സ്, ഒരു MSF. ബാക്കിയുള്ളവരെ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ എക്കണോമിക്സ് ആൻഡ് എക്സ്പീരിയൻസ് ചോദിക്കാൻ പറയൂ. എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം കുറച്ച് പ്രശ്നമുണ്ടായി, ഇല്ലാതെ എല്ലാം കിടിലും എല്ലാവരും ഭയങ്കര ആഘോഷമായിരുന്നു. നമ്മൾ അറ്റ്മോസ്ഫറിക്കിലെ ഒരു പയ്യൻ വേണ്ട. ഹലോ, നമുക്ക് ഇനി ബാക്കിയുള്ളവരുടെ കൂടെ ചോദിക്കാട്ടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ സ്വീറ്റ്സ് ഒക്കെ നമ്മൾ മേടിച്ചതാണ്. ഇത് ആഗ്രയിൽ നിന്ന് മേടിച്ച സ്വീറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ എല്ലാവരും എടുത്ത് പുറത്ത് വയ്ക്കാൻ കേട്ടോ. ഓരോരുത്തരുടെയും എല്ലാവരും ഒരാളുടെ കയ്യിലിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം എടുത്ത് പുറത്ത് വെച്ചു. എടുത്ത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം നമ്മൾ എത്തി യൂണിവേഴ്സിറ്റി. അപ്പം നമുക്കിനി അടുത്ത് അഭിപ്രായം ചോദിക്കാട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ് എന്നുള്ളത്. വളരെ മികച്ച ഒരു യാത്രയായിരുന്നു.